കോൺഗ്രസ് സംഘടനാ നടപടി സ്വീകരിച്ച ചൊവ്വന്നൂരിൽ എന്തായെന്ന് നോക്കാം. കോൺഗ്രസിൽ വീണ്ടും നടപടിയെടുത്തിരിക്കുന്നു. SDPI പിന്തുണയോടെ ജയിച്ച പഞ്ചായത്ത് വൈസ് പ്രസിഡന്റെയും കോൺഗ്രസ് പുറത്താക്കി. സെബേറ്റ വർഗീസിനെതിരെയാണ് നടപടി. സെബേറ്റയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും രാജിവെച്ചിരുന്നില്ല. നേരത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട നിതീഷിനെയും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിരുന്നു. ആര്യ വിനോദ് വിവരങ്ങൾ നൽകും. ആര്യ, പ്രസിഡന്റ് ആയിരുന്ന നിതീഷും ഇപ്പോൾ വൈസ് പ്രസിഡന്റ് സെബേറ്റയും കൂടെ പുറത്താക്കിക്കൊണ്ടാണ് കോൺഗ്രസ് നടപടിയെടുത്തിരിക്കുന്നത്. വിശദാംശങ്ങൾ. ജിൽസി, ശക്തമായ നടപടിയാണ് കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും പുറത്താക്കുന്ന ഒരു നടപടിയായിരുന്നു. SDPIയുടെ 2 വോട്ടുകൾ UDFന് ലഭിക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് SDPI അംഗങ്ങളുടെ പിന്തുണയോടെ ഇത് ജയിച്ചതിനെ തുടർന്നാണ് കോൺഗ്രസ് ഈ നടപടി സ്വീകരിച്ചത്. ഇതുമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനം എന്നുള്ളതാണ് അല്പസമയം മുമ്പ് DCC പ്രസിഡന്റ് വ്യക്തമാക്കുകയുണ്ടായത്. 2 സീറ്റുകൾ SDPIയുടെ അംഗങ്ങൾ 2 പേരും SDPIയുടെ പിന്തുണയോടുകൂടിയായിരുന്നു വിജയിച്ചിരുന്നത്. അതിനാലാണ് ഈ ഒരു നടപടി ഉണ്ടായത്. UDFന് 5 സീറ്റും LDFന് 6 സീറ്റും അതുപോലെ തന്നെ SDPIക്ക് 2 സീറ്റും BJPക്ക് 1 സീറ്റുമാണ് ഉണ്ടായിരുന്നത്. BJP അംഗം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയിരുന്നില്ല. തുടർന്നാണ് ഇപ്പോൾ SDPIയുടെ 2 വോട്ടുകൾ UDFന് ലഭിക്കുകയും UDFന് 7 വോട്ടുകൾ ലഭിക്കുന്ന ഒരു സാഹചര്യം UDF വിജയിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിതീഷ് ആയിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചത്. അവരെയാണ് ഇപ്പോൾ പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തുടർന്ന് ഇപ്പോൾ വൈസ് പ്രസിഡന്റിനെയും പുറത്താക്കുകയാണ് ചെയ്തിരിക്കുന്നത്. സെബേറ്റ വർഗീസിനെയാണ് പുറത്താക്കിയിരിക്കുന്നത്. അതുപോലെ കുന്നംകുളം പോലീസ് അതിക്രമത്തിൽ പോരാടിയ വർഗീസ് ചൊവ്വന്നൂരിന്റെ ഭാര്യയാണ് സെബേറ്റ എന്നുള്ളതാണ്. അവരെയും പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഒരു ചൊവ്വന്നൂരിലെ വർഗീസ് ചൊവ്വന്നൂരിനെ കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് വ്യക്തമാക്കിയത്. ചൊവ്വന്നൂരിലെ SDPI സഖ്യമുണ്ടോ? ചൊവ്വന്നൂരിലെ കോൺഗ്രസ് നേതാവ് വർഗീസ് ചൊവ്വന്നൂരിനാണ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. 2 ദിവസത്തിനകം വിശദീകരണം നൽകാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കടുത്ത നിലപാടിൽ തന്നെയാണ് ഇവിടെ തുടരുന്നത്.